വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ വാദം തെറ്റ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSCക്ക് കൈമാറിയ വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശന്റെ വാദം തെറ്റെന്ന് വിവരാവകാശ രേഖ. അദാനി ഗ്രൂപ്പിനോട് സംസ്ഥാന സർക്കാർ രേഖാമൂലം അതൃപ്തി അറിയിച്ചെന്നായിരുന്നു VD സതീശൻ വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ അദാനി ഗ്രൂപ്പിന് സർക്കാർ തുറമുഖ വകുപ്പോ യാതൊരുവിധ കാരണം കാണിക്കൽ നോട്ടീസോ വിശദീകരണ കത്തോ നൽകിയിട്ടില്ലെന്ന് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായി തുറമുഖ വകുപ്പ് വ്യക്തമാക്കി. ഇതോടെ ഓഹരി കൈമാറ്റത്തിൽ അദാനി ഗ്രൂപ്പിനെ സഹായിക്കുവാൻ വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രി കളവ് പറഞ്ഞതെന്ന് വ്യക്തമാകുന്നു. രാജ്യത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ചുള്ള സുരക്ഷാ നിയന്ത്രണ നടപടികൾ കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രത്തിലെയും സുരക്ഷാ ഏജൻസികൾ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് 5 മാസത്തിനകം 2 ലക്ഷത്തോളം സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് പ്രമുഖ ടെക് ഭീമന്മാർ നീക്കം ചെയ്തത്. വിവര സാങ്കേതിക നിയമത്തിലെ സെഷൻ 79(3)(b) നൽകുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിനായി ഇടപെട്ടത്. ആലപ്പുഴ കരുവാറ്റയിൽ വയോധികന്റെ കൊലപാതകത്തിൽ 13കാരി ഉൾപ്പെടെ പ്രായപൂർത്തിയാകാത്ത 4 പേർ പിടിയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു കൊലപാതകം. കൊല്ലപ്പെട്ട ശിവൻകുട്ടിയുടെ ബന്ധുവായ പെൺകുട്ടി നൽകിയ കൊട്ടേഷനാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിന് ശേഷം വീട്ടിൽ നിന്നും 6 പവൻ സ്വർണവും കാണാതായിട്ടുണ്ട്. ഐഫോണും ആഡംബര ബൈക്കും വാങ്ങുവാനായിരുന്നു കൊലപാതകമെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ജാർഖണ്ഡിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദം തുടരുന്ന സാഹചര്യത്തിലാണ് മഴ ശക്തമാകാൻ സാധ്യത. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് പ്രവചനം. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും യെല്ലോ അലർട്ട് തുടരും. 24 മണിക്കൂറിൽ 64.5 മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനെയാണ് ശക്തമായ മഴയായി കണക്കാക്കുന്നത്. നെഹ്റു ട്രോഫി ജലമേളയുടെ ഔദ്യോഗിക പ്രചാരണ പോസ്റ്ററിൽ നിന്ന് മാവേലിക്കര ലോക്സഭാ അംഗം കൊടിക്കുന്നിൽ സുരേഷിന്റെ വിവരങ്ങളും ചിത്രവും പൂർണ്ണമായി നീക്കം ചെയ്തത് വിവാദമാകുന്നു. ആലപ്പുഴ ജില്ലാ ഭരണകൂടവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ചേർന്ന് പുറത്തുവിട്ട പോസ്റ്ററിലാണ് MP ഒഴിവാക്കപ്പെട്ടത്. ചുണ്ടൻ വള്ളങ്ങളുടെ പ്രധാന കേന്ദ്രമായ കുട്ടനാട് മേഖല മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലാണ് ഉൾപ്പെടുന്നത്. മുൻകാലങ്ങളിൽ LDF സർക്കാരിന്റെ ഭരണകാലത്ത് പുറത്തിറക്കിയ പോസ്റ്ററുകളിൽ ജനപ്രതിനിധി എന്ന നിലയിൽ കൊടിക്കുന്നിലിന് അർഹമായ പ്രാതിനിധ്യം നൽകിയിരുന്നതായി അദ്ദേഹത്തിന്റെ അനുയായികൾ ചൂണ്ടിക്കാണിക്കുന്നു. VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, പെരുമ്പാവൂരിലെ കോൺഗ്രസ് നേതാവ് എന്നിവർ അറസ്റ്റിലായതോടെ തൂഫാൻ ഒതുങ്ങിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും ഏത് സമയത്തും കടന്നു ചെല്ലാൻ കഴിയാവുന്ന ആളാണ് കാസർഗോഡിലെ ലഹരി കേസ് പ്രതി എന്നത് ഞെട്ടിക്കുന്നതാണ്. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാത്തത് മുഖ്യമന്ത്രിയും പ്രതിയും തമ്മിലുള്ള അടുപ്പം കാരണമാണെന്നും സ്വന്തക്കാരെ തൊട്ടാൽ ഏത് തൂഫാനും കെട്ടടങ്ങുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി പരിപാടികളിൽ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രമേ ആലപിക്കാവൂ എന്ന് സംസ്ഥാന ഘടകങ്ങൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. വർഷങ്ങളായി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ആദ്യ 2 ഖണ്ഡങ്ങൾ മാത്രം പാടുന്നതാണ് AICCയിലെ കീഴ്വഴക്കം. ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി അധ്യക്ഷനുമായ ഇമ്രാൻഖാന് ആശ്വാസമായി സുപ്രീം കോടതി ഉത്തരവ്. അദ്ദേഹത്തെ ഉടനടി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് കോടതി ഉത്തരവ്. അടിയാല ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ ആരോഗ്യനില വഷളാകുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബവും പാർട്ടിയും തുടർച്ചയായ ആശങ്ക ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് നിർണായക ഉത്തരവ്. ഉത്തരാഖണ്ഡ് ചമോലിയിലെ ജലവൈദ്യുത പദ്ധതി തുരങ്കത്തിൽ ഉണ്ടായ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മൃതദേഹം ഗോപേശ്വർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതോടെ മരണസംഖ്യ 9 ഉയർന്നു. അപകടത്തിൽപ്പെട്ടവരിൽ ഒരു തൊഴിലാളിയെ കൂടി കണ്ടെത്താനുണ്ട്. ഓഗസ്റ്റ് 13-നുണ്ടായ അപകടത്തിൽ 14 പേർക്ക് പരിക്കേറ്റിരുന്നു. സിറാജ് തിരുവനന്തപുരം യൂണിറ്റ് ചീഫായിരുന്ന KM ബഷീർ വാഹനമിടിച്ച് കൊല്ലപ്പെട്ട കേസിൽ ഹൈക്കോടതി വിചാരണ നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. വിചാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഔദ്യോഗിക ഉത്തരവ് ലഭ്യമാകാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ. കേസിൽ അഡ്വക്കേറ്റ്
സന്തോഷിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരുന്നെങ്കിലും ഇതിന്റെ രേഖകൾ വിചാരണ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ്, വാട്സ്ആപ്പ് ചാനലുകൾ സന്ദർശിക്കുക.